നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തിനാ എന്റെ കൊച്ചിലിട്ട് ഇങ്ങനെ കരയിക്കുന്ന? കുഞ്ഞിന് വിശന്നിട്ടാ, പാല് കൊടുക്കുമ്പോ മാർക്കോളൂ. പിന്നെ കുഞ്ഞ് നിന്നോട് പറഞ്ഞില്ലേ വിശക്കുന്നു? നീ മനപ്പൂർവ്വം എന്റെ കുഞ്ഞിനെ കരയിക്കുക. കരഞ്ഞ് കരഞ്ഞ് അതിന് വല്ലതും സംഭവിച്ച നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നീ നിയമം പറഞ്ഞ് വാങ്ങിച്ച കുഞ്ഞല്ലേ, അത്രയ്ക്ക് ഉത്തരവാദിത്വമല്ലേ ഉള്ളൂ. പക്ഷെ എനിക്കങ്ങനെയല്ല. ഞാൻ നൊന്ത് പ്രസവിച്ചതാ ഇവളെ. ഇവൾക്ക് വല്ലതും പറ്റി നഷ്ടം എനിക്ക് മാത്രം. അതെ അതെ, ഏതായാലും ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. ഞാനിപ്പോ പാല് കൊടുക്കാം. അയ്യോ, കെട്ടില്ല മോളെ അഹങ്കാരം. എന്തോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? മോൾക്ക് പാലില്ലെന്ന്. ഒരു പാൽക്കാരി വന്നിരിക്കുന്നു. ഒരിത്തിരി പാലുണ്ടെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ ജാട കാണിക്കരുത്. ഇതൊക്കെ ദൈവം തരുന്നതാ. തിരിച്ചെടുക്കാനും ഒരു മിനിറ്റ് മതി. ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തിനാ ഒരുപാട് പറയുന്നേ? ഈ പ്രകടനം കണ്ട അറിയാലോ നീ എനിക്കിട്ട് പണിയുവാണെന്ന്. എനിക്കറിയാം നിന്റെ മനസ്സിലിരിപ്പ്. നീ എന്നോട് പ്രതികാരം തീർക്കാനല്ലടി ഈ കുഞ്ഞിനെ ഇങ്ങനെ ഇട്ട് അലട്ടുന്നത്. ദൈവദോഷം പറയല്ലേ ചേച്ചി. അത് കൊള്ളാം, പറയുന്നതായ ഇപ്പൊ കുറ്റം. എന്ത് പ്രതികാരം ഉണ്ടെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളോട് ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല. ഈ നിയമതർക്കവും സ്വത്ത് തർക്കവും വല്ലത് ഈ പാവം കുഞ്ഞുങ്ങൾക്ക് അറിയാമോ? ഞാൻ എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നേ? നീ ഒന്നും ചെയ്തില്ല, അത് തന്നെയാ പ്രശ്നം. സമയത്ത് പാല് പോലും കൊടുക്കാതെ നീ എന്റെ കുഞ്ഞിനെ പട്ടിണിക്കിട്ട് കൊല്ലാനുള്ള പരിപാടിയാ. ഈശ്വരാ, അതെ, ഈശ്വരൻ എന്നൊരാൾ മുകളിലിരുന്ന് എല്ലാം കാണുന്നുണ്ടെന്ന് ഓർമ്മ വേണം. ഇതിനൊക്കെ കണക്ക് പറയാതെ ഈ ഭൂമി വിട്ട് ആർക്കും പോവാൻ പറ്റില്ല. പണ്ടൊക്കെ കൂലി പിന്നെയായിരുന്നു, ഇപ്പൊ വരമ്പത്ത. എന്റെ കൊച്ചെ, നിനക്ക് ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ട്? ഈ ശാപമൊക്കെ എന്തിനാ എടുത്ത് തലേ വെക്കുന്നേ? നീ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ ഇനി ഒരു 100 പിള്ളേരെ പ്രസവിക്കും. 100 പിള്ളേരെ പ്രസവിക്കാൻ എവിടെ ഗാന്ധാരിയോ? അല്ല, ഞാനൊരു അതിശോക്തി പറഞ്ഞതേ ഉള്ളൂ. പോട്ടെ, 100 തിരിച്ചെടുത്തു. ഒരു 50 പ്രസവിക്കാൻ ഈ കൊച്ചിനെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ എന്തിനാ കൊച്ച നിനക്ക് വല്ലോന്റെ കൊച്ച്? കല്യാണം കഴിഞ്ഞിട്ട് 5-8 വർഷം കൂടി പാവം ആമിമോൾക്കുണ്ടായ കുഞ്ഞായത്. ഇല്ലാത്ത കേസുണ്ടാക്കി എന്തിനാ അതിനെ വെറുതെ കെട്ടിപ്പിടിച്ചിരിക്കുന്നേ? വിട്ടുകൊടുത്തുകൂടെ? പാലിത്തിരി കുറവാണെങ്കിലും അമ്മയല്ലാതാകുമോ? എന്താണ് ഇവിടെ? എന്താ ഇവിടെ പ്രശ്നം? നീയൊക്കെ കൂടെ എന്നെ കോടതി കയറ്റി അടങ്ങൂ. അതിന് മുത്തശ്ശി എന്തിനാ കോടതി കയറുന്നത്? ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ? നീയൊക്കെ കൂടെ പ്രശ്നം ഉണ്ടാക്കിയ അതിന് സാക്ഷി പറയാൻ ഞാൻ നിൽക്കണ്ടേ? അതിനിവിടെ കൊലപാതകമൊന്നും നടന്നില്ലല്ലോ. കൊലപാതകം നടത്തിയാലേ നിനക്ക് സമാധാനമാകുമല്ലേ? ചേട്ടാ, അതിന് ഞാനായ കുറ്റക്കാരി. കൊച്ചു കിടന്ന് കരയുന്ന കേട്ടപ്പോ ഈ വഴി പോയപ്പോ ഞങ്ങളൊന്ന് ചോദിച്ചു, എന്തിനാ കുഞ്ഞ് കരയുന്നേന്ന്. ഇത്തിരി പോന്ന ഈ പൊടിക്കൊച്ചിനോട് ചോദിച്ചാൽ മറുപടി കിട്ടുവോ? അപ്പൊ പിന്നെ കൊച്ചിനെ കൈവച്ചോണ്ടിരിക്കുന്ന പൂജ കൊച്ചിനോട് ചോദിച്ചു. മറുപടി പറഞ്ഞത് തറുതലയായാൽ പിന്നെ മനുഷ്യരല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പലതൊക്കെ പറഞ്ഞിരിക്കും. കഴിഞ്ഞോടി നിന്റെ വാദം? കഴിഞ്ഞു.